ഞാനത് അവരെ വീട്ടിൽ പോയതെന്നൊക്കെ ശരിയാണ്. പക്ഷെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കുറെ ഇറങ്ങി ഏത് തോന്നിയൊന്നും അറിയാനും പറ്റില്ലല്ലോ. അത് എന്ത് നിയമം ഇത്? അതാണ് പറഞ്ഞത്. കണ്ട അങ്ങനെ പറ്റില്ല. എന്തൊരു മക്കളെ വളർത്തുന്ന ഇരുന്നാണ് കണ്ട പെണ്ണുങ്ങൾക്ക് വർത്തമാനം പറയാനുള്ളതാണ്. അതാണോ തോന്നണമേ? ഇപ്പോഴത്തെ പെൺകുട്ടികൾ പോലും നമ്മളെ കാണുമ്പോൾ പുച്ഛിക്കാറുള്ള പതിവ്. കാരണം നമുക്ക് ഈ എറണാകുളം ഭാഗത്തൊക്കെ വരുമ്പോഴേ ഫാൻസ് കൂടുതലുള്ളത് മനസ്സിലായി. പെൺകുട്ടികൾ നോക്കി ചിരിക്കാറുള്ളത് എറണാകുളം തോമ്പൊടി അല്ലെങ്കിൽ ചേർത്തല അവിടെയൊക്കെ പോകുമ്പോഴേ ഇടക്കൂച്ചി ഭാഗത്ത് ഒറ്റ പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കില്ല. കാര്യങ്ങൾ അറിയണം. കാരണം ഞങ്ങളെ മാനനഷ്ടത്തിന് ആണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിനാണ് അല്ലേ. പെട്ടെന്ന് കേൾക്കുന്നവരെന്താ വിചാരിക്കും? നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കും അല്ലേ. ഈ നിരഞ്ജന എന്ന പേരുള്ള ഫേസ്ബുക്ക് ഐഡിയിൽ വന്ന് ഒരു വ്യക്തി എൻ്റെ അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞ പേജിൻ്റെ താഴെ, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാണ്ടുള്ള പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളോട് തെറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. നമ്മളെ ഇതിൽ ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഗൂഢാലോചന ഇപ്പോൾ ഒരു ജനപ്രിയ നായകന്റെ കേസ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്റെ പൊന്ന്, കാരണം അത് അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വരെ പുള്ളി ഇവിടെ എടുക്കണില്ലായിരുന്നു. ഇന്നെടുത്ത് ഫോൺ ന്യൂസ് വന്നപ്പോൾ എന്തായാലും എടുക്കണമല്ലോ. എന്ത് പറഞ്ഞു? എനിക്ക് അറിയാനാ പറഞ്ഞു. വിളിച്ചെന്ന് പറഞ്ഞില്ല നീ ഓരോ ദിവസം വിളിച്ചെന്ന് ഫോൺ? ആ നേരിട്ട് കണ്ടോ? നമ്മൾ വഴക്കൂടാനല്ല പറഞ്ഞത്. കാരണം എടാ പറഞ്ഞേക്ക് ഭയങ്കര അലമ്പായിരിക്കും. ഇപ്പൊ തന്നെ ചീത്തപ്പേര് കൂടി ഇപ്പൊ തന്നെ ചീത്തപ്പേര് ലൈവിലാണ്. പിന്നോടിക്ക് ലൈവിലാ പശുവിന്റെ കയറ് കെട്ടാൻ ഇവന് കഴിവില്ല എന്ന് പറഞ്ഞു ഞാൻ. അതായത് ആടിനെ കൊണ്ടുപോയിട്ടൊരു മരത്തിൽ കെട്ടാൻ പറഞ്ഞവൻ കെട്ടുമോ? അങ്ങനെയാണ് കെട്ടി കിട്ടുന്നത്. അയ്യോ, ഫേസ്ബുക്ക് ഐഡിയിൽ വന്ന് ഒരു വ്യക്തി എൻ്റെ അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞ പേജിൻ്റെ താഴെ വിനീത് എന്ന് പറഞ്ഞ ആളുടെ പേര് പടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ നിങ്ങളുടെ പടവും ഇത് തരണേന്ന്? അത് ഫേസ്ബുക്ക് കമൻറ്റിലൂടെയാണ് ചോദിച്ചത്. മെസ്സഞ്ചറിൽ പോലും ചോദിച്ചില്ല, ഫേസ്ബുക്ക് കമൻറ്റിലൂടെ ഞാൻ ചോദിച്ചു. എൻ്റെ മെസ്സഞ്ചറിൽ കൊണ്ടുവന്നിട്ട് ഇവർ ഈ സാധനം ഇട്ടേക്ക് പറഞ്ഞു. ഞാനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോയില്ല. അപ്പോൾ അവർക്ക് എന്നോട് ശത്രുതയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഞങ്ങളുടെ പേജിലല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടം ഇട്ടാലും അവർ പറഞ്ഞാൽ കുളിക്കില്ല, നനയ്ക്കില്ല, മുടി വെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ്, ഞാൻ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കണായിരിക്കും, മൂവിക്കും, അതൊക്കെ നിങ്ങളെന്തിനാ അന്വേഷിക്കണമെന്ന് വെച്ചു. പിന്നെ എന്ത് പോസ്റ്റ് ഇട്ടാലും ഇവർ എന്നെ ഒരു കൂട്ട് കളിയാക്കുന്ന രീതിയാണ്. പിന്നെ നിഷയുടെ ചാനലിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഇവർ എന്തൊക്കെയോ പറയുന്നു. നിഷ PS, ഞങ്ങളുടെ അലിയേട്ടൻ പെണ്ണ ആൻസിലെ പ്രൊഡ്യൂസർ. അപ്പം ഒരു പരിചയമില്ലാത്തവരൊക്കെ എടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണെങ്കിൽ ആ സമയത്ത് സ്റ്റേഷനിൽ പോയി കൊടുക്കേണ്ടതിന് ഇവരെ ഉള്ള ചാനൽ മൊത്തം വിളിയായിരുന്നു, ഞാൻ ഒരു ഇൻ്റർവ്യൂ തരട്ടെ. ഇൻ്റർവ്യൂ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണോ ചെയ്യണേ? എന്നിട്ട് ആറാട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് മെമ്പർ അങ്ങോട്ടായി അവരുടെ നമ്പർ വാങ്ങി എന്തോ ആടാക്കി അതിനകത്ത് പോയിട്ട് അവരൊക്കെ കൂട്ടിയിട്ടാണ് കേസ് കൊടുപ്പിച്ചത്. പിന്നീട് പറഞ്ഞു ആറാട്ടൻ്റെ ലോകത്തെ ഉള്ള പിള്ളേരൊക്കെ കാല് മാറി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്തൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ സത്യം പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അവരെക്കുറിച്ച്. അവരെ സ്മാർട്ട് ബിഗ് വീഡിയോ എന്ന് പറഞ്ഞ് സ്മാർട്ട് ബിഗ് മീഡിയ അതിൽ ഇവരൊരു ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് ഫേസ് തന്നെ കാണുന്നത്. പിന്നെ ഇവനെന്തോ എന്താ പറഞ്ഞാൽ വീഡിയോ കോളിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഉള്ള രീതിയിൽ വിളിച്ചു വീഡിയോ കോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം, അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൈബർ സെല്ലിൽ ഉണ്ടാവും. അത് ഇവൻ്റെ ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് പോയാൽ തന്നെ അല്ലെങ്കിൽ ഏത് നമ്പറിൽ നിന്ന് പോയാലും ഉണ്ടാവും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യാത്തൊരു തെറ്റിന്. പണ്ട് ഇവൻ്റെ ഒരു ഫ്രണ്ട് ഇവൻ്റെ കൂടെ അഭിനയിച്ച റിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യാണ്ട് ഈയിടെ ഇവൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് അവളെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇവനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണോ വീണ്ടും വന്നേക്കണത്. ഒരു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും മെസ്സഞ്ചറിലേക്ക് വരില്ല. ഈയിടെ മെസ്സഞ്ചറിൽ വന്നിട്ട് അല്ലേ സുഖമാണോ, സന്തോഷമായിട്ടിരിക്കണോ, അന്ന് ആരൊക്കെയോ തിരികെ കയറ്റിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, എനിക്ക് ഒരു പിണക്കമില്ല, നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും റെക്കോർഡിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ലോകത്ത് നടക്കുന്നത് എങ്ങനെയാണ്, തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ചാൽ റിയയുടെ കേസ് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയായിരുന്നു, സുഹൃത്തുക്കൾ വരെ. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാണ്ടാണ് കുറ്റപ്പെടുത്തിയത് അല്ലേ, പീഡനം എന്ന് പറഞ്ഞ്.
എന്നിട്ട് ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇതും ഇതുപോലെ തന്നെ വന്നേക്കുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ പലരും ചോദിച്ചത് എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്താ പറയണത്, എന്താണ് ചെയ്യണത്, ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഇത് വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മെയിനായിട്ട് ഇതിനകത്ത് അവരെ അറിയുമെന്ന് പറയണത്. ഞങ്ങളറിയു പോലും ഇല്ല. അത് ആറാട്ടറിനെയൊക്കെ ചുമ്മാ അതിലേക്ക് പിടിച്ചിട്ടേക്കുവാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ റീച്ച് കിട്ടാനായിരിക്കും അല്ലേ? റീച്ച് കിട്ടാനായിരിക്കും. നിങ്ങളെ അറിയുന്നതുകൊണ്ട് ഒട്ടുമിക്ക ന്യൂസ് ചാനലിലും ഈ വാർത്ത വന്നു കഴിഞ്ഞു. കാരണം ഇന്ന് തന്നെ ഇപ്പം ന്യൂസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ അലിൻ ജോസ് പെരേര എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വാർത്തകളാണ്. ഫിലിം ബീറ്റ് മലയാളം, മാതൃഭൂമി ന്യൂസ്, ശ്രീ ന്യൂസ്, 24, വൺ ഇന്ത്യ ന്യൂസ്, മീഡിയ 1, ഇന്ത്യ ടുഡേ, സൗത്ത് ന്യൂസ്, സമയം മലയാളം പണ്ട് വന്നതാണ്, മാതൃഭൂമി, അങ്ങനെ പല ന്യൂസ് ചാനലിലും ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമ ന്യൂസ്, എൻ്റെ വാർത്ത, അങ്ങനെ പല ന്യൂസ്, 24 ന്യൂസ്, അങ്ങനെ എല്ലാ ഓൺലൈൻ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീമിനുള്ള മാധ്യമങ്ങൾ വരെ ഇപ്പം നാളെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വരുമെന്നുള്ളൊരു വാർത്ത ഞാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും അല്ലേ ചാനൽ വന്ന സ്ഥിതിക്ക് നാളത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് കോളം തികയ്ക്കാനായിട്ട് ഈ വാർത്ത ഇടുന്നവരോട് എനിക്കൊരു മനോരമ പത്രത്തിനോടും മാതൃഭൂമിയാണെങ്കിലും ദേശാഭിമാനി ആണെങ്കിലും എനിക്ക് പത്രത്തിൻ്റെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണേ. കാരണം ഞാൻ പത്രം വായിക്കാറുണ്ട്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ, അങ്ങനെ കുറേ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് ഈ വാർത്ത പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ലൈഫ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം എനിക്കൊരു കല്യാണമായിട്ട് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് 23 വയസ്സായിട്ടുള്ള അതിനുള്ള പക്വത കാര്യങ്ങൾ വന്നു തുടങ്ങിയുള്ളൂ. പിന്നെ ആട്ടയം എന്ന് പറഞ്ഞ വ്യക്തി, അഭിലാഷ് ആട്ടയം, ഒരു ഭാര്യയും മക്കളുള്ള ഫാമിലി മാനാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഇതൊക്കെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ലേ, നമുക്ക് ആ വ്യക്തിയെ ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൈസയ്ക്ക് വേണ്ടിയും അല്ലാണ്ട് പ്രശസ്തിയാവുക അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. കാരണം ഇവര് ചേരാനെല്ലൂര് പോയി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നായിരുന്നു, ഞാനും പെരേരെ 6 ഫസ്റ്റ് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറിനോട് അവിടെയുള്ള പോലീസുകാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞായിരുന്നു, ആ വ്യക്തി ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അദ്ദേഹം ലേഡിയാന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത്. അവർ ലേഡിയാണോ എന്ന് ഒരു ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലേഡി അല്ലേ, ലേഡി ആകുമ്പോൾ ലേഡി പോലീസിനെ കൊണ്ടോ എന്നാൽ ആരെങ്കിലും ലേഡിയാണെന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ ചില ആളുകൾ ഫ്രോഡ് പരിപാടി ചെയ്ത് നടക്കുന്നുണ്ട്. ആണുങ്ങൾ പെണ്ണായിട്ട് വേഷം കെട്ടി പല ഫ്രോഡ് പരിപാടിയും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലും അവർ മേക്കപ്പൊക്കെ ഇട്ടിട്ട് പെണ്ണാന്നുള്ള രീതിയിൽ പറ്റിപ്പിക്കുന്നുണ്ട് പലരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സംശയമാണ്, പലരും പറഞ്ഞൊരു സംശയം ഞാനിപ്പോൾ ചാനലിനോട് പറയുകയാണ്. അവരാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു പെണ്ണാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ പലരെയും അവർ ഇതിൻ്റെ പേരിൽ പറ്റിക്കും. അവർ പലരും പെട്ടുപോകും. ചിലവരൊന്നും പുറത്ത് പറയില്ലായിരിക്കും. അല്ല ആത്മഹത്യയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അറിയുള്ളൂ ആരെങ്കിലൊക്കെ അല്ലേ, പേടിച്ചല്ലേ. നിന്റെ കാര്യമല്ല പറഞ്ഞേ, അതായത് എന്തെങ്കിലുമൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ മരിക്കുന്ന പല കാരണങ്ങളും ചില കാര്യങ്ങൾ പേടിപ്പിക്കുമ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഇടും. സോഷ്യൽ മീഡിയയിലെ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പൊ കേസ് വരാൻ പോകുന്നത്. ഇപ്പൊ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു വെച്ചേ ഉള്ളൂ. അതൊന്നും അറിയില്ല, സൈബർ സെല്ലാണെന്ന് പോലും അറിയില്ല. ആരെ വിളിച്ചു എനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം എനിക്ക് ടൂൺ കിട്ടി സൈബർ സെല്ലിന്റെ. എടാ അത് വിട്, നിർത്ത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്നാ വരും എന്ന് പറഞ്ഞ് പേടിച്ച് ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർ തന്നെ ഇപ്പൊ എണ്ണം പറഞ്ഞ സിനിമ നടന്മാരുടെ ഫ്രണ്ട്സ് ഇപ്പൊ വിളിച്ചായിരുന്നു തന്നെ ഇതില് അഡ്വക്കേറ്റിന് വേണം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ പെരേര. അതുകൊണ്ട് തന്നെ സാധനം ഭയങ്കരമായിട്ട് ആൾക്ക് എത്തുന്നുണ്ട്. നമ്മള് നീ അത് നിരപരാധിയാണെന്നാണ് നമ്മൾ പറയണത്. എടാ മൊത്തം പറഞ്ഞു തീർക്കട്ടെ പെരേര. ഒരു കാര്യം പറഞ്ഞ ഇടയ്ക്ക് കയറി നിക്കല്ലേ. ഇത് ഇടയ്ക്ക് കയറണല്ല കാര്യം പറയണതാണ്. എന്ത് കാര്യം പറഞ്ഞേ? ചേട്ടനല്ലേ കുറച്ച് ബാധിക്കാൻ മതി, എന്നെയാണ് ഫോക്കസ് ചെയ്യണം കൂടുതൽ. നിന്നെ ബാധിക്കുന്നവരെ നീയും ഞാനും. ചേട്ടന്റെ ഫോട്ടോ വെച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ഫോട്ടോ മെയിനായിട്ട് വെച്ചേക്കണം. എന്റെ ഫോട്ടോ ഒന്നും വെക്കണ്ട, നല്ല കാര്യം. എന്റെ ദൈവത്തിന് നന്ദി. സ്റ്റെപ്പ് ചെയ്യുന്നത് എന്നെ സന്തോഷവർക്കിന് വെച്ചാണ്. അത് തന്നെ തെണ്ടിത്തരമാണ്. കാരണം ഒരു പ്രതി എന്ന് പറയുമ്പോൾ പ്രതി ആക്കുമ്പോളേ അല്ലേ ചേട്ടാ, ഒരു 5 പേരുടെ പേരുണ്ടെങ്കിൽ 5 പേരുടെ പേരിൽ ആ ഒരു ഫ്രെയിം പെടണ്ടേ, ആ ഒരു ന്യൂസ് അവർ എയറിലാക്കണ്ടേ. അല്ലെങ്കിൽ ഈ സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും മാത്രമല്ലേ ഇങ്ങനെ ഇപ്പൊ ന്യൂസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്റെ പേരിൽ മാത്രമാണ് ഈ പുള്ളിയുടെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല.
അപ്പോൾ ഇത് സെൻസേഷൻ ആയിട്ടുള്ള വാർത്ത ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിന് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി ആ ടൈം പറഞ്ഞു. ഞാനിപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ ആ സാറിനോട് കാര്യം അന്ന് ചെന്നപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ എന്താ പറയുക ഇതൊരു ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്, അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അവർ നേരാന്ന് പറഞ്ഞു. കാരണം അവിടെ ഉള്ളവർ തന്നെ ചിലപ്പോൾ പണത്തിന് വേണ്ടിയുള്ളൊരു പരിപാടി ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത് കാര്യം. ഇപ്പോൾ 24 അങ്ങനെ ചാനലിലെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നതാണ്. ഇത് കാര്യം അറിയാണ്ട് ഇത് കാണിക്കുന്നപ്പോൾ മാത്രമല്ല എല്ലാ ന്യൂസിലും തന്നെ. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. പിന്നെ അതിൽ ഒരു വേറെ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല നടന്മാരും അല്ലേ പലരും പരാതി കൊടുത്തിട്ട്, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. ഈ മാധ്യമങ്ങളും ചാനലും എഴുതുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇതെന്താണ് നടന്നേക്കണേന്നുള്ളത് രണ്ടുപേർക്കും അറിയാം. അവരെ നടിമാരാണെങ്കിലും അവർ പരാതി കൊടുക്കുമ്പോൾ അവർ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. ആ അനുഭവം ഉള്ളൊരു സമയത്ത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. ഒരാൾ തല്ലി 10 വർഷം കഴിഞ്ഞിട്ടല്ല ആൾ തല്ലി എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ സ്പോട്ടിൽ തന്നെ അത് കംപ്ലൈൻറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ആ സിനിമാക്കാരോട് പറയണം ഇങ്ങനെ ചെയ്തു, എന്നെ കയറി പിടിച്ചു, അല്ലെങ്കിൽ എന്നെ മുറിയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്തു, അതായത് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു, അപ്പോൾ ഫോൺ നമ്പർ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. അതൊക്കെ ആ സ്പോട്ടിലാണ് ചെയ്യേണ്ടത്. കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല ആരും ഒന്നും ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ പലരുടെയും പേരുകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അവരെയൊക്കെ വലിയൊരു കാര്യമായിട്ട് വെച്ചേക്കുന്ന നടന്മാരും ഒക്കെയാണ്, നടിമാരാണെങ്കിലും. അപ്പോൾ അവരൊക്കെ എങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അതാണ് ലോകത്ത് നടക്കുന്നത്, കൊടുക്കുക. ഇന്നാളൊരു വാർത്ത വന്നായിരുന്നു, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ആൾക്കാർ പച്ച തെറിയായിരുന്നു. ഈ പെൺകുട്ടി ആ പെൺകുട്ടീനെ എന്തോ ഒരു ബോയ് ഫ്രണ്ടിനെ എൻ്റെ കാര്യം എന്തോ ആ പയ്യൻ വീട്ടിൽ പറയുമെന്ന് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം കൊണ്ട് ഈ കുട്ടി കാണിച്ചാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തു. അങ്ങനത്തെ ഒരു വാർത്ത കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഇതെന്തോ തെളിഞ്ഞു, ഈ കുട്ടി ഇതിനു വേണ്ടി കാണിച്ചാന്ന് തെളിഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞെന്തോ ആ ചാനലുകാരെന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാർ നല്ലത് മാത്രമേ ആ കൊച്ചിനെ കണ്ടാലറിയാം കൊച്ചി പീഡിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഒരുത്തം വന്ന് തെറി പറഞ്ഞു, എടാ ഇന്നലെ നീ എങ്ങനെയല്ലോ പറഞ്ഞാൽ കൊച്ചിനെ തെറി വിളിക്കുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ കാര്യം അറിയാണ്ടാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത്, സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം. ഇപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേര വീഡിയോ കോൾ ചെയ്ത് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ ഇരുന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞാൽ സത്യം പറഞ്ഞത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നാടകമായിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും അറിയാം നാടകമാണെന്നുള്ളത്. ഇവർക്ക് വൈറലാവാൻ എന്തോ ഒരു കാര്യങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കണ്ടിട്ട് പോലാത്തൊരു വ്യക്തി വിനീത്, ബ്രൈറ്റ് അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവരായിട്ട് ഒരു എന്താ പറയുക സൗഹൃദമോ അറിയുമെന്നൊക്കെ ഉള്ള രീതിയിൽ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആ രീതിയിൽ പറഞ്ഞ്. ഞങ്ങളവരെ അറിയ പോലുമില്ല. ബ്രൈറ്റിനോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇല്ല എന്നല്ലേ, അറിയില്ല എന്നല്ലടാ, ഈ വ്യക്തിയെ കണ്ടിട്ടില്ലാന്നല്ലേ ബ്രൈറ്റ് പറഞ്ഞു. അത് വിനീത് മാത്രം വിനീതാണ് കുറച്ച് അറിയുള്ളൂ, അതായത് കണ്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. ഇല്ലില്ല, ഞാൻ വിളിച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ഉണ്ട് വ്യക്തിപരമായിട്ട് വലുതായിട്ട് ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ എന്തായാലും ഞാൻ വിളിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വരെ പുള്ളി ഇവിടെ എടുക്കണില്ലായിരുന്നു, ഇന്നെടുത്ത് ഫോൺ ന്യൂസ് വന്നപ്പോൾ എന്തായാലും എടുക്കണമല്ലോ. എന്ത് പറഞ്ഞു അലിൻ ജോസായപ്പോൾ ഞാനത് അവരെ വീട്ടിൽ പോയതെന്നൊക്കെ ശരിയാണ്, പക്ഷെ ഒന്നും അങ്ങനെ നടന്നിട്ടില്ലെന്നാ പറഞ്ഞു. ഇല്ലെങ്കിൽ അത് ശക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, മനസ്സിലായില്ലേ? ചുമ്മാ ആവശ്യമില്ലാത്തവരെല്ലാം അതൊന്നും എനിക്കറിയില്ല. അത് കേസ് കൊടുത്തത് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ആളുകളെ ഇത് ചെയ്യുന്നേ ഭയങ്കര ഒരു മോശമായ കാര്യമാണ്. അത് ഒന്നും അറിയില്ലാത്ത ആളുകളെ ചാനലുകാരെ എന്ത് കണ്ടാലും വാർത്തയാക്കുന്നതൊക്കെ ഒരു മോശമായ ഒരു കാര്യമാണത് സത്യം പറഞ്ഞാൽ. ആറാട്ടണ്ണൻ, ഞാന്, പെരേര, അങ്ങനെ കുറച്ച് പേര്. അല്ല, മെയിനായിട്ട് സ്ട്രീം ചെയ്തിരിക്കുന്ന എന്നെ വെച്ചാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എന്നെ സന്തോഷ് വർക്കിനെ വെച്ച് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവര് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് അല്ലേ. കാരണം 5 പേരുടെ ഫോട്ടോ വരേണ്ട സ്ഥാനത്ത് ഇത്രയും പേരുടെ ഫോട്ടോ വെച്ചപ്പോൾ തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രം. കാരണം അമ്മ ചടങ്ങിൽ പോലും ഒരു ഇഷ്യൂ വന്നപ്പോൾ നമ്മുടെ പേര് കമന്റ് ബോക്സിൽ വന്നിരുന്നു, എന്തിനാ അങ്ങനെയൊക്കെ വരുന്നു മനസ്സിലായോ. അപ്പോൾ ഹേമ കമ്മിറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നു? ഇപ്പൊ ഇവര് ട്രോളാണെങ്കിലും ട്രോള് വന്നു, ട്രോള്
അതല്ല കുറച്ച് മുമ്പ് ഹേമാകമ്പനിയുടെ കാര്യമല്ല പറഞ്ഞത്. ട്രോള് വേറെ അല്ല, ഇവന്റെ പടമൊക്കെ വെച്ചിട്ട് പ്രസിഡന്റ് ആവും, ആറാട്ടൻ സെക്രട്ടറി ആവും എന്നൊക്കെ പറഞ്ഞ് ട്രോളൊക്കെ വന്നു. ട്രോളൊക്കെ വന്നു. അതിനോടൊക്കെ ഞാൻ പറയാനുള്ളത്, എനിക്ക് തന്നെ അമ്മയിൽ മെമ്പർ ആകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ അതിനോടും ഒരു താല്പര്യക്കുറവുണ്ട്. എന്നാലും അമ്മയിൽ ഭാവിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പോകും. ഓക്കെ ഓക്കെ ഓക്കെ, വരട്ടെ, നല്ലൊരു അഭിനയ നേതാവായി മാറട്ടെ. ഓ ശരി, അതിൽ സന്തോഷം. നടന്മാരും വിളിക്കണ്ടല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഇപ്പോൾ വലിച്ചു നീട്ടേണ്ട കാര്യമല്ലോ. എൻ്റെ പൊന്ന് സഹോദരി അല്ലെങ്കിൽ സഹോദര, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഇല്ലേ കണ്ടിട്ടുണ്ടോ? നീ അത് 10 മിനിറ്റ് മാറ്റി വെച്ചേ. അതായത് എന്നാ ഈ വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല, പിന്നെന്തിനാണ് ആവശ്യമില്ലാണ്ട് നിങ്ങൾ വലിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? നിങ്ങൾ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. നിങ്ങളെ അറിയോ? നിങ്ങളോട് മിണ്ടോ? ജസ്റ്റ് ഫേസ്ബുക്കിൽ നിങ്ങളിട്ടൊരു കമൻറ്റിന് റിപ്ലൈ തന്നു. വിനീതിൻ്റെ പടം ഇട്ടിട്ട് ഇത് ചെയ്തപ്പോൾ ഞാൻ റിപ്ലൈ തന്നു എന്നുള്ള തെറ്റാണ് ചെയ്തോളൂ. അതിനാണ് നിങ്ങളിങ്ങനെ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് പോകണം. എൻ്റെ ഒരു പേരും കൂടെ വലിച്ചയച്ചേക്കണം. അത് മോശമായ കാര്യമാണ്. പിന്നെ പെരേര പറഞ്ഞ പെരേര അവരറിയുപോലില്ല എന്നാണ് പെരേര പറയുന്നത്. ഒരു ഫോണിലോ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കേൾപ്പിക്കാവോ? സീക്രട്ടറി അതിവിടെ കേൾപ്പിക്കണ്ട, അത് കട്ട് ചെയ്യേ. അതൊന്നും കട്ട് ചെയ്യണ്ട. നീ ആവശ്യമില്ലാത്ത കാര്യം നിൻ്റെ കാര്യങ്ങൾ പറ. എന്തായാലും എന്താ പറഞ്ഞത്, ഇവർ കാണിച്ചതിനെതിരെ എന്തായാലും സത്യം പറഞ്ഞ നിയമ നടപടിയായിട്ട് പോകണം. കാരണം കാര്യങ്ങൾ അറിയണം. കാരണം ഞങ്ങളെ മാനനഷ്ടത്തിന് ആണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിനാണ് അല്ലേ? പെട്ടെന്ന് കേൾക്കുന്നവരെന്താ വിചാരിക്കും? നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കും അല്ലേ? അത് ഉണ്ടോ ഇല്ലോ എന്നല്ല, കേൾക്കുമ്പോൾ പരിഹസിക്കും. അപ്പം അതുകൊണ്ട് ഇവർ ചെയ്ത പോക്കൃത്തരത്തിന് എന്തായാലും മാനനഷ്ടത്തിന് ഞങ്ങളും ഫയൽ ചെയ്യുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും ന്യൂസ് ചാനൽ അതിൽ എയറിൽ കയറാൻ വേണ്ടി ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എയറിലാണല്ലോ മൊത്തത്തിൽ അറിയാമല്ലോ. പിന്നെ ഇതിൽ ഇന്നത്തെ ദിവസം ഈ ഒരു TV ചാനലിലും ആൾക്കാർ നമ്മളെ പരിഹസിക്കാനൊരു വേദി കിട്ടിയെന്ന് മാത്രം പറയാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അവിടെ ഒരു റിലേഷനോ ഒന്നും കാര്യങ്ങളും ഇല്ല. നമ്മുടെ പെൺകുട്ടികൾ പോലും നമ്മളെ കാണുമ്പോൾ പുച്ഛിക്കാറുള്ള പതിവ്. കാരണം നമുക്ക് ഈ എറണാകുളം ഭാഗത്തൊക്കെ വരുമ്പോഴേ ഫാൻസ് കൂടുതലുള്ളത്, മനസ്സിലായി? പെൺകുട്ടികൾ നോക്കി ചിരിക്കാറുള്ളത് എറണാകുളം തോമ്പൊടി അല്ലെങ്കിൽ ചേർത്തല അവിടെയൊക്കെ പോകുമ്പോഴേ. ഇടക്കൂച്ചി ഭാഗത്ത് ഒറ്റ പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കില്ല. പണ്ട് തുടങ്ങി. ഇപ്പം ഈ അടുത്ത് തുടങ്ങി. ഈ നാൾ ഒരു സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു പുറത്തുനിന്ന് കുറച്ച് ലേഡീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വാർത്ത വരുമ്പോൾ ആൾക്കാർ ഒരു വ്യക്തിത്വം ആണ് ഇല്ലാണ്ടാണ്. ആൾക്കാർ ഓർക്കും നമ്മൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് ഓർക്കും. നമ്മളെപ്പോഴും പുതിയ പെൺകുട്ടികളായിട്ട് റീൽസ് ചെയ്യുന്ന. പണ്ട് ഈ വിഷയം സ്മാർട്ട് പിക്സിൽ വന്നപ്പോൾ പോലും നമ്മൾ ജാസ്മിനായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ നമ്മള് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഇവരായിട്ട് അറിയോ? അത് പറ, അതിനെ കുറിച്ച് പറ. അത് അതിലേക്ക് വരാം. ഞാൻ വീഡിയോ കോൾ എന്ന് പറഞ്ഞ സാധനം ഞാൻ സ്വന്തം പപ്പനെ പോലും വിളിക്കാറില്ല, മമ്മീനെ വിളിക്കാറില്ല. വീഡിയോ കോൾ സ്വന്തം കാമുകന്മാരെ പോലും വിളിക്കാം. കാമുകി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നമ്പർ അയച്ചു തരുമ്പോൾ ഞാൻ പോലെ അതുപോലെ ഞാൻ വിളിക്കാറില്ല. ഫേക്കായിട്ട് കുറേ പേര് അങ്ങനെയൊക്കെ. അതൊന്നും പറയണ്ട. നീ അവർ ഈ വ്യക്തിയെ അറിയോ ഇല്ലയോ എന്നുള്ളത് അറിയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ മറ്റേ ഇങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ അവരുടെ പേര് കളിഞ്ഞു വന്നു. അല്ലാണ്ട് ഇവരെ നേരിട്ടോ വ്യക്തിപരമായിട്ടോ എപ്പോഴാണ് കമന്റ് ഇട്ടെന്നറിയോ? പലപ്പോഴും നിന്റെ ബ്ലഡി നേറ്റ് നമ്മുടെ വിനീത് ഇപ്പം പ്രതി സ്ഥലത്ത് നിൽക്കുന്ന വിനീത് ഏതോ 4ാം പ്രതിയോ 3ാം പ്രതിയോ ആയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആ വ്യക്തി ചെയ്തിട്ടില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇത് വന്ന് തെളിയിക്കട്ടെ, പുള്ളി അല്ലെങ്കിൽ ബ്രൈറ്റ് ആണെങ്കിൽ തെളിയിക്കട്ടെ. ബ്രൈറ്റിൻ്റെയും വിനീതിൻ്റെ പേരൊന്നും പേര് വന്നെങ്കിലും ഫോട്ടോ ഫോക്കസ് ചെയ്തില്ല. അത് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ആൾക്കാർക്ക് ചാനലുകാർക്ക് ബൂസ്റ്റപ്പാണ് വേണ്ടവർക്ക്. ചാനലുകാർക്ക് ഇന്നത്തെ ഒരു ചാകരയെന്ന് തോന്നുന്നു. കാരണം ഒന്നും അത്യാവശ്യം ഓൺലൈൻ മീഡിയക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയ പോലും ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴും ഇല്ലെന്നാ പറയണം, ഓരോ റിവ്യൂ ബേസിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഇത് അത്യാവശ്യം ആൾക്കാർക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം എല്ലാവർക്കും. കാരണം ഇത് അല്ലെങ്കിൽ നാളെ പത്രത്തിൽ വന്നിട്ട് ആൾക്കാർ അത് വായിച്ച് നമ്മളൊരു പേപ്പർ ഫുള്ളായി കളയുമല്ലോ. കാരണം നമ്മളെന്ന് പറഞ്ഞ ഒരാൾ കോമഡി ചെയ്ത് കോമിക് ചെയ്തും കോമാളിത്തരം ചെയ്തൊക്കെ നല്ല നീറ്റായിട്ട് പോണ ആൾക്കാരാണ്. പ്ലസ് അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗുലാം തട്ടുകട ചെയ്തു അല്ലേ, ഒരുമിച്ചല്ലേ ഗുലാം തട്ടുകട? അതല്ല ഇവിടെ പറയണ്ട. എൻ്റെ ദൈവമേ, നീ നിന്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞു. കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുതന്നെ കേരളം ഇതിന് തിരുത്തും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ജനപ്രതിനായകന്റെ കേസിലും കേരളം സന്തോഷ് വർക്കി ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ഇന്നിപ്പോൾ
വനിതയിൽ വിരുന്ന് കാണണമായിരുന്നു. അപ്പോൾ വിരുന്ന് സിനിമ കാണുന്ന ഒരു ഇൻ്റർവെല്ലിന് എത്തുന്ന സമയം മുമ്പാണ് പുള്ളി വിളിച്ചത്. പെട്ടെന്ന് എടുത്ത് സംസാരിച്ച് പുള്ളി കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു മാനനഷ്ടത്തിന്. നമ്മളും അതിനുള്ള നീക്കം വൈകുന്നേരങ്ങളിൽ ചെയ്യും, ഫാമിലി ആയിട്ടൊക്കെ ആലോചിച്ചിട്ടൊക്കെ. സ്വിച്ച് ഓഫ് ആയിരിക്കും. അതിനെ വിശദമായിട്ട് പറയാം. അത് എന്താ പറയുന്നത് വെച്ചാൽ അറിയാം. വിളിച്ചു നോക്കാം. എന്തായാലും കഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഉള്ള മനസ്സമാനം കളയാൻ വേണ്ടി മനസ്സമാനം മൊത്തം പോയി കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിരിക്കും, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വേണ്ടത് വേണ്ടത് അത് ശരിയാ. പുള്ളി പറയാന്നാ പറഞ്ഞു. പുള്ളി അല്ല, നമ്മളത് വിളിക്കുന്നത് ശരിയല്ല. കാരണം പ്രൈവസി ബാധിക്കും. കാരണം അവർ വരാന്നാ പറഞ്ഞത്. വൈകിട്ട് കൊച്ചിയിലുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ അത് വന്ന് സംസാരിക്കും. കാരണം ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ നാളത്തെ ന്യൂസിൽ വരാൻ മറ്റേ വാർത്ത വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ. ഇപ്പൊ ഇങ്ങനത്തെ ഫീൽഡാണെങ്കിലും ഏത് ഫീൽഡാണെങ്കിൽ പെണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ വിഷയം ഉണ്ടായിരിക്കും. അതിലേക്ക് നോക്കിയ പരിപാടി വെക്കല്ലേ. ഇപ്പൊ ഞാനൊരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പിയൂണായിട്ട് ജോലിയിട്ട് ഓർത്തോ. അപ്പൊ അവിടെയും നമ്മൾ അത്യാവശ്യം പാർട്ട്ണറൊക്കെ കമ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിലേക്ക് ആൾക്കാർ വീഴ്ത്തും. നമ്മളെ എന്തെങ്കിലും കൊടുക്കാൻ നോക്കും. നമുക്ക് അത്യാവശ്യം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സാലറീനെ യൂട്ടിലൈസ് ചെയ്ത ആൾക്കാർ ബെനിഫിറ്റ് ഉണ്ടാക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് തന്നെ ഏത് ഫീൽഡിലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ നിഗമനത്തിൽ പറയണേ. കാരണം ഞാൻ ഇന്നും ഇന്നലെ അനുഭവിച്ചു തുടങ്ങിയതല്ല. അപ്പൊ ശരി, ഒരു കാര്യമല്ല ഞാൻ പറയട്ടെ, തീർത്തിട്ടേ. മൈനറായ സമയത്ത് പോലും നമ്മൾ സ്കൂൾ ടൈമിൽ പോലും നമ്മളോട് ഗേൾസ് നമ്മൾക്ക് മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാവരും ചെയ്യാൻ കുറ്റത്തിൽ വരെ ഞാൻ സ്കൂളിൽ പയ്യൊക്കെ നിന്നിട്ടുണ്ട്. സ്കൂൾ ടൈമിൽ പേര് പറയാ ഇപ്പോൾ ലക്ഷ്മി അങ്ങനെ ഒരു പെണ്ണാണെന്ന് തോന്നുന്നു പണ്ട്. നമ്മൾ കളന്നു പോയ സമയത്ത് ആരോ കിട്ടുക. അപ്പൊ ആ കേസ് വരെ നമ്മളെ സ്കൂളിൽ കേസല്ല, ഒരു സ്കൂളിൽ ഒരു സംഭവം പ്രശ്നം അതിൽ പ്രിൻസിപ്പളൊക്കെ ഇടപെട്ട് പരിഹരിച്ചതാണ്. അപ്പോൾ എൻ്റെ ഡയറിയൊക്കെ എടുത്തിട്ട് വെക്കുകയും ചെയ്തത് 2007, 2008 കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഇത് കുഴപ്പം പിടിച്ചതിലേക്ക് വരുന്നത്. കാരണം അന്നും പ്രശ്നമാണ്, ഇന്നും പ്രശ്നമാണ് പെണ്ണുങ്ങളെ കൊണ്ട്. മനസ്സിലായോ? നമുക്ക് ഇവരെ കണ്ട് സെറ്റിൽ ചെയ്യാവുന്നൊരു രീതിയിലല്ല നമ്മൾ നിൽക്കുന്നത്. കാരണം അത് പച്ചക്ക് തന്നെ പറയാം, പച്ചക്ക് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏണിങ്സ് ആയിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ട്രാവലിങ്ങിനും ഫുഡ് പിന്നെ എന്തെങ്കിലും വീട്ടു ചിലവിനുള്ള എമൗണ്ട് മാത്രമേ ഈ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. എൻ്റെ ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറിയാം. ഈ കഴിഞ്ഞ 2023 എൻ്റെ തുടങ്ങി ഇവിടെ വരെ കൂട്ടി നോക്കിയാൽ 38,000-40,000 രൂപ ഓളം കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എനിക്ക്. ഒരു 500, 2,000, 5,000 വെച്ച് അങ്ങനെ കിട്ടിയിട്ട് ഉള്ള പൈസ കൂട്ടിയിട്ട് ഞാൻ പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോടികളൊക്കെ ചോദിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയോട് ഞാൻ പറയാനുള്ളത്, ചേച്ചിയോട് ട്രാൻസ്ഫോമറിനോട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ വ്യക്തിഹത്യ ചെയ്യരുത്. കാരണം നമ്മളിതിൽ വിനീതാണ് നിങ്ങളോട് മോശമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പറയുക. നമ്മളെ ഇതിൽ ടാർഗറ്റ് ചെയ്ത് നമ്മളെ ഗൂഢാലോചന ഇപ്പോൾ ഒരു ജനപ്രിയ നായകന്റെ കേസ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ജനപ്രിയ നായകനൊക്കെ അതല്ല, പുള്ളിയുടെ കേസ് ഇപ്പൊ ഏകൊല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ കാര്യം പറ, നീ വന്നേക്കണ എന്താണ്? കാരണം പുള്ളിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഉണ്ട്. ആയിക്കോട്ടെ, നീ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യാം. അത് വേണ്ട കേട്ടോ. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യം എടുത്തിട്ട് അതിന് അവരുടെ ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് അടിക്കണം. അതിനു വേണ്ടിയാ ഞാൻ വല്ല പറഞ്ഞാണല്ലോ. നമ്മൾ സ്വന്തം കാര്യം പറ പരേരാ. സ്വന്തം കാര്യം തന്നെ പറയാം. അമ്മ നടക്കുന്ന കാര്യങ്ങളാണ്. അമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോൾ ഈക്വൽ ആയിട്ടുണ്ട്. എന്നെയും കൂടി പ്രതിയാക്കിയപ്പോൾ ആൾക്കാർക്ക് സമാധാനമല്ല. ഇപ്പൊ ആൾക്കാർക്ക് അമ്മയിലല്ല, അമ്മ ആൾക്കാരല്ല, വേറെ അമ്മക്കെതിരായിട്ട് ആൾക്കാർ, AMMA അസോസിയേഷന് എതിരായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു സന്തോഷം ആഘോഷിക്കാനുള്ള വകയായിട്ടുണ്ട്. കുപ്പിയടിച്ച് പൊളിക്കാം. വേറെ കാര്യങ്ങളും പറഞ്ഞോട്ടെ, നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ട സഹോദരി, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാണ്ടുള്ള പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളോട് തെറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. നിങ്ങളോട് മോശമായിട്ട് പെരുമാറി ഏത് വ്യക്തിയാണോ ആ വ്യക്തിക്കെതിരെ നിങ്ങൾ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, ആ വ്യക്തിയെ ശിക്ഷിക്കുക. അല്ലാണ്ട് ഇതിൽ
പെടാത്ത ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒന്നും ചെയ്യാത്ത ആളുകൾ വെറുതെ ക്രൂശിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. കാരണം നിങ്ങൾ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, എന്നെ ഒന്നും നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഈ ഇതിൽ ഫേസ്ബുക്കിൽ പറഞ്ഞ അല്ലാണ്ട് നിങ്ങൾ കണ്ടിട്ട് പോലില്ല എന്ന് ഉറപ്പായിട്ടും ഞാൻ പറയാം. കാരണം ഒരു ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈ ആ പേജിൽ തന്നെയാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ മെസ്സഞ്ചറിൽ കൊണ്ടിട്ട് ഈ വിനീതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇട്ടപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല. എനിക്കറിയാം നിങ്ങൾ വെറുതെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന്. ഇപ്പോൾ എന്തായാലും ട്രാപ്പ് ചെയ്ത് മുന്നോട്ട് പോയി എന്തെങ്കിലും പിടിക്കപ്പെടും. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ആളുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ പരിപാടി നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, എനിക്കതേ പറയുള്ളൂ. ഇത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ കമൻ്റ് ഇടാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് കമൻ്റ് ഇടുന്നത് അറിയാം, എങ്കിലും ഇത് ഇല്ലാത്തൊരു കാര്യമാണ്. ഈ വ്യക്തി ആരാണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ കണ്ടതും കേട്ടതും വെച്ച് ഞങ്ങളെ ഇതാക്കാൻ വരരുത് എന്നാണ് പറയാനുള്ളൂ. ഈ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കാണാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ഞങ്ങൾക്ക് കാണുപോലുമുണ്ട്, എൻ്റെ ദൈവമേ കാണാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നല്ലത് നടക്കട്ടെ.